ലോകത്തിലെ ഏറ്റവും ആരോഗ്യമുള്ള ഭക്ഷണം കഴിക്കുന്നത് ഏത് രാജ്യക്കാരാണെന്ന് നിങ്ങൾക്കറിയോ? എനിക്കും അറിയില്ല ട്ടോ. സോ ഞാൻ ChatGPTയോട് ചോദിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ആൻസറിൽ ടോപ്പ് 1ൽ വന്നത് മെഡിറ്ററേനിയൻ ക്വിസീൻ ആണ്. അപ്പോൾ നമ്മൾ ഇന്നൊരു സിമ്പിൾ മെഡിറ്ററേനിയൻ ഡിഷ് വെച്ച് തുടങ്ങാൻ പോവാണ്. ആൻഡ് ദാറ്റ്സ് ഗ്രീക്ക് സാലഡ്. ഈ വീഡിയോ ഷോർട്സിൽ കണ്ടവരുണ്ടെങ്കിൽ ബോറടിക്കേണ്ട, നമ്മൾ ഡയറക്റ്റ് റെസിപ്പിയിലേക്ക് പോവാണ്. അതിനായിട്ട് നമുക്ക് ആകെ വേണ്ടത് ഈ കാണുന്ന വെജിറ്റബിൾസ് ആണ്. ഒരു കുക്കുംബർ എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ചെറി ടൊമാറ്റോസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ സാധാ തക്കാളി എടുത്താൽ മതി. കുറച്ച് ഒലീവ്സ് എടുത്തിട്ടുണ്ട്, അതുപോലെ ഒരു ഉള്ളി, ഒരു നാരങ്ങയും, പിന്നെ കുറച്ച് ലെറ്റസ്, പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം ഫെറ്റ ചീസാണ്. ഗ്രീക്ക് സാലഡിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫെറ്റ ചീസാണ് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് സാലഡ് ഡ്രസ്സിങ്ങിനായിട്ട് കുറച്ച് ഒറിഗാനോ, ഒലിവ് ഓയിൽ, പെപ്പർ പൗഡർ, പിന്നെ ഉപ്പ്, പിന്നെ വേണ്ടത് ഒരു കട്ടിംഗ് ബോർഡും ഒരു കത്തിയും. ഇത്രയായി കഴിഞ്ഞാൽ ഇനി സിമ്പിളാണ്. എല്ലാം ചെറുതായി ചോപ്പ് ചെയ്യുക, ഒരു ബൗളിലേക്ക് ഇടുക. ദാറ്റ്സ് ഇറ്റ്. ഗ്രീക്ക് സാലഡ് ഒരു റെസിപ്പി മാത്രമല്ല കേട്ടോ, ഇതൊരു ലൈഫ് സ്റ്റൈലിൻ്റെ റിഫ്ലക്ഷൻ കൂടിയാണ്. മെഡിറ്ററേനിയൻ ക്വിസീൻ എന്ന് പറയുമ്പോൾ ഗ്രീസ്, ഇറ്റലി, സ്പെയിൻ, ടർക്കി പോലെയുള്ള കൺട്രീസിൻ്റെ ട്രഡീഷണൽ ഫുഡ് ഹാബിറ്റ്സിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ രാജ്യങ്ങളിലൊക്കെ ഫാസ്റ്റ് ഫുഡിനെക്കാട്ടിലും ഫ്രഷ് വെജിറ്റബിൾസ്, ഒലിവ് ഓയിൽ, ഹോൾ ഗ്രെയിൻസ്, നട്ട്സ്, ഫിഷ് ഇതൊക്കെയാണ് മെയിൻ ഹീറോസ്. ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്താണെന്ന് വെച്ചാൽ ഈ ക്വിസിൻ ഫോളോ ചെയ്യുന്ന കൺട്രീസിലൊക്കെ ഹാർട്ട് ഡിസീസസ്, ഡയബറ്റീസ്, അതുപോലെ ജീവിതശൈലി രോഗങ്ങളൊക്കെ വളരെ കുറവാണെന്നാണ് റിസർച്ച് പറയുന്നത്. ഇനി നമ്മുടെ സാലഡ് ഡ്രസ്സിങ് ഉണ്ടാക്കാനായിട്ട് കുറച്ച് ഒലിവ് ഓയിലും നാരങ്ങ നീരും ഒറിഗാനോ, കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ. ആൻഡ് ഫൈനലി നമ്മുടെ സാലഡ് ഡ്രസ്സിങ് നമ്മുടെ ചീസിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് നന്നായി മിക്സ് ചെയ്താൽ ഗ്രീക്ക് സാലഡ് റെഡി. ആൻഡ് ദിസ് ഇസ് എപ്പിസോഡ് 1 ഓഫ് ടോപ്പ് 5 ഹെൽത്തിയസ്റ്റ് ക്വിസീൻസ് ഇൻ ദ വേൾഡ്. ഈ സീരീസിലെ ബാക്കി എപ്പിസോഡ്സ് കാണാൻ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് കഴിച്ചപ്പോൾ എനിക്ക് സത്യത്തിൽ ഒരു ഒത്തന്റിക് ഷവർമ ടേസ്റ്റ് ആണ് കേട്ടോ വന്നത്. അതുകൊണ്ട് ഒരു വീറ്റ് കുബൂസ് എടുത്ത് കുറച്ച് ചിക്കനും വെച്ച് റോൾ ചെയ്ത് ഞാൻ അങ്ങനെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പം നെക്സ്റ്റ് ക്വിസീൻ ഏതായിരിക്കും എന്ന് നിങ്ങൾ ഗസ് ചെയ്ത് കമൻറ്റ് ചെയ്യൂ കേട്ടോ.